നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാംസ്കാരിക പ്രൗഢി വിളിച്ചോതി 13ാമത് ദേശീയ കുടുംബശ്രീ സരസ്മേളയ്ക്ക് ചാലിശ്ശേരിയിൽ തുടക്കം. കേരളത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിൽ കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്ത കേരളമെന്ന പ്രഖ്യാപനം സാധ്യമാക്കുന്നതിൽ കുടുംബശ്രീക്ക് മികച്ച പങ്കുവഹിക്കാൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റിനായി ലീഗും കോൺഗ്രസും വടംവലി തുടങ്ങിയതോടെ വടക്കാഞ്ചേരി വിഷയം രൂക്ഷമായി ലീഗിനെ എതിർക്കാൻ കോൺഗ്രസ് നീക്കം. മറ്റത്തൂരിലെ കൂട്ടരാജിയും തൃശൂർ മേയർ തെരഞ്ഞെടുപ്പിലെ കോഴ വിവാദവും ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ മുസ്ലിം ലീഗ്. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPM-ന്റെ MPമാർക്കും MLA-മാർക്കും പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും DCC അധ്യക്ഷൻ. CPIM സംസ്ഥാന സെക്രട്ടറി ആദ്യം തന്നെ പ്രതികരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്നും ജോസഫ് ടാജറ്റ്. ഷൊർണൂരിൽ വീണ്ടും തെരുവു നായ്ക്കളുടെ ആക്രമണം. 2 പേർക്ക് കടിയേറ്റു, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണ് ഷൊർണൂരിലെ 3 പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിയതെന്ന് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി. സ്വകാര്യവൽക്കരണത്തിലൂടെ സ്വകാര്യ പാർസൽ സർവീസുകളെയും പണമിടപാട് സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും CITU. കേരളത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണത്തിൽ കുടുംബശ്രീ മുഖ്യ പങ്കുവഹിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്ത കേരളമെന്ന പ്രഖ്യാപനം സാധ്യമാക്കുന്നതിൽ കുടുംബശ്രീക്ക് മികച്ച പങ്കുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. തൃത്താല ചാലിശ്ശേരിയിൽ 13ാമത് കുടുംബശ്രീ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ സമൂഹത്തിനുള്ള മതനിരപേക്ഷത കരുത്ത് ഇവിടെ മറ്റു രീതിയിൽ നടപടികൾ സ്വീകരിച്ചാൽ സമൂഹം അത് അംഗീകരിക്കില്ല എന്ന് അവർക്കറിയാം. മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടായാലും സർക്കാർ ഏജൻസികൾ മൗനം പാലിക്കുക, ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഗ്രാമീണ വനിതാ സംരംഭകരുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് ഏറെ സഹായമാകുകയാണ് സരസുൽപ്പന്ന വിപണന മേളകൾ. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ അനുവദിക്കുന്ന 85 ലക്ഷം രൂപയും കേരള സർക്കാർ അനുവദിക്കുന്ന 50 ലക്ഷവും സ്പോൺസർഷിപ്പ് മുഖേന കണ്ടെത്തുന്ന ഫണ്ടുകളും അതോടൊപ്പം മേള സംഘടിപ്പിക്കുന്ന ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ ഉത്തരവിൻ പ്രകാരം ലഭിക്കുന്ന തുകയും ഉപയോഗിച്ചാണ് കുടുംബശ്രീ സരസ്മേളകൾ സംഘടിപ്പിക്കുന്നത്. ഇത് സ്ത്രീകളുടെ സാമൂഹ്യ മുന്നേറ്റത്തിനു കൂടിയുള്ള ഉപാധിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളം മുന്നിലെത്തിയതിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷ സ്ഥാനമുണ്ട്. നാടിൻ്റെ വികസന ചരിത്രം എന്നത് കുടുംബശ്രീയുടെ ചരിത്രമാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയും കാരണമാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതികൾക്കൊപ്പം സാമ്പത്തിക മുന്നേറ്റം കൂടി കൈവരിച്ചാൽ മാത്രമേ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകുള്ളൂ. ഇതിന് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തണം. വിപണി വിപുലീകരണവും സംരംഭകർക്ക് കൂടുതൽ വിപണി അവസരങ്ങളും ലഭ്യമാക്കണം. വൻകിട ചെറുകിട വികസന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സരസ്മേളകൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സാംസ്കാരിക പ്രൗഢി വിളിച്ചോതി 13ാമത് ദേശീയ കുടുംബശ്രീ സരസ്മേളയ്ക്ക് ചാലശ്ശേരിയിൽ തുടക്കം. വാദ്യഘോഷ അകമ്പടിയോടെ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതീകങ്ങളുമായി നീങ്ങിയ ഘോഷയാത്രയിൽ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളും ഒത്തുചേർന്നപ്പോൾ ഘോഷയാത്ര വർണ്ണാഭമായി. 10,000-കണക്കിന് ആളുകളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി വേദിയാവുകയാണ് 13ാമത് കുടുംബശ്രീ ദേശീയ സരസ്മേളയുടെ ഔപചാരിക ഉദ്ഘാടന ചാലിശ്ശേരിയുടെ പ്രൗഢി വിളിച്ചോതി നടത്തിയ വിളംബര ഘോഷയാത്രയോടെ 13ാമത് ദേശീയ സരസ്മേളയ്ക്ക് ഉജ്ജ്വല തുടക്കം. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MP രാജേഷ് ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. 13ാമത് സരസ്മേളയുടെ പ്രതീക സൂചകമായി 13 പതാകകൾ വഹിച്ചായിരുന്നു ഘോഷയാത്ര. വാദ്യഘോഷ അകമ്പടിയോടെ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതീകങ്ങളായ തെയ്യം, തിറ, കരിങ്കാളി, കഥകളി തുടങ്ങിയ ആവിഷ്കാരങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. മുത്തുക്കുടകളും കേരളത്തിലെ തനത് കലാരൂപമായ മോഹിനിയാട്ടവും ഒപ്പം ഒപ്പനയും ശിങ്കാരിമേളത്തിനൊത്ത
ചുവടും ചേർന്നപ്പോൾ ഘോഷയാത്ര വർണ്ണാഭമായി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയവർ ചാലശ്ശേരി ഖദീജ മൻസിൽ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നും തുടങ്ങി ഉദ്ഘാടനവേദിയായ മുലയംപറമ്പ് മൈതാനിയിൽ പ്രവേശിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങി പതിനായിരങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റിനായി ലീഗും കോൺഗ്രസും വടംവലി തുടങ്ങിയ സാഹചര്യത്തിൽ വടക്കാഞ്ചേരി വിഷയത്തിൽ രൂക്ഷമാക്കി എതിർക്കാനാണ് കോൺഗ്രസ് നീക്കം. മറ്റത്തൂരിലെ കൂട്ടരാജിയിലും മേയർ തെരഞ്ഞെടുപ്പുമായി തൃശ്ശൂരിലുണ്ടായ കോഴ വിവാദത്തിലും ലീഗ് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം CPMനെ പ്രതിരോധത്തിലാക്കുന്നതിനൊപ്പം UDFനുള്ളിലും തലവേദനയാകുന്നു. ഇതിന് പ്രധാന കാരണം ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് ലീഗ് മത്സരമാണ്. വീണ് കിട്ടിയ വടി ഉപയോഗിച്ച് ലീഗിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രനായ KU ജാഫർ LDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. വോട്ടിന് പാരിതോഷികമായി 50 ലക്ഷം രൂപ ലഭിച്ചുവെന്ന ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിരോധത്തിലായത്. സംഭവം വിവാദമായതിന് തൊട്ടു പിന്നാലെ ജാഫറിനെ ലീഗിൽ നിന്ന് പുറത്താക്കുകയും തുടർന്ന് ഇയാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജാഫറിനെതിരെ പരസ്യ പ്രതിഷേധവുമായി ഇന്നലെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതോടെയാണ് സംഭവം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയത്. ജാഫർ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു നിൽക്കുന്നതിനിടയിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് തൊട്ടുപിന്നാലെ ജാഫറിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കരിങ്കുടിയുമായി പാഞ്ഞെടുക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തു നിന്നും ഒരു വീടിൻ്റെ പറമ്പിലൂടെ റോഡിലേക്ക് എത്തി സുഹൃത്തിൻ്റെ ബൈക്കിൽ കയറി കഷ്ടിച്ചാണ് ജാഫർ രക്ഷപ്പെട്ടത്. ജാഫർ ഒടുവിൽ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. KU ജാഫറിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം കടുത്ത എതിർപ്പിലാണ്. ജാഫറിന് പാർട്ടി സംരക്ഷണം നൽകണമെന്നാണ് ലീഗിൻ്റെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPMൻ്റെ MPമാർക്കും MLAമാർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആദ്യം തന്നെ പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും ജോസഫ് ടാജറ്റ് തൃശ്ശൂരിൽ പറഞ്ഞു. കോഴ വിവാദത്തിൽ വിശദമായി അന്വേഷണം നടത്തണമെന്നും ആരാണ് ഇതിന് പിന്നിലെന്നും കണ്ടെത്തണം. CPMൻ്റെ MPമാർക്കും MLAമാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തണം. CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവിൻ്റെ ശബ്ദരേഖ പ്രധാന തെളിവാണിതിന്. ജാഫർ നിഷേധിച്ച കാര്യം നിയമത്തിൻ്റെ പരിധിയിൽ തെളിയിക്കാനാകും. ഒരു വശത്ത് മുസ്തഫയാണെന്ന് പറയുന്ന LDFകാർ ബാബുവും ജാഫറും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. വടക്കാഞ്ചേരിയിലെ കോഴ വിവാദം സംബന്ധിച്ച് CPM ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. വല്ലച്ചിറയിലും വടക്കാഞ്ചേരിയിലും മറ്റത്തൂരും LDF ചെയ്തത് ജനം കണ്ടുകഴിഞ്ഞു. BJP വോട്ട് അസാധുവായതിനെ തുടർന്ന് ഭരണം പിടിച്ച വല്ലച്ചിറയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി മിണ്ടുന്നില്ല. വല്ലച്ചിറയിൽ രാജിവെക്കാൻ CPM തയ്യാറാകുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി ആദ്യം പ്രതികരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും ടാജറ്റ് പറഞ്ഞു. തീർച്ചയായിട്ടും തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കേസ് രജിസ്റ്റർ ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തായാലും പാർട്ടി സ്വീകരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഇത് രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും ജനാധിപത്യത്തിന് വിരുദ്ധമായൊരു നടപടിയാണ് അവിടെ ഉണ്ടായത്. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. 50 ലക്ഷത്തിൻ്റെ വോയിസ് വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നേരിടാമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളല്ലേ പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ ഇതിന് തക്കതായ വലിയ തെളിവുകൾ ഉണ്ട്, അത് പുറത്തു വരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണം. 2 പേർക്ക് കടിയേറ്റു. ഒരാൾക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം നടന്നു. ശനിയാഴ്ചയാണ് ഷൊർണൂർ ടൗൺ ഹാളിന് സമീപത്ത് വെച്ച് വിജയപ്രസ് ജീവനക്കാരി പ്രീജയ്ക്കും ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കും കടിയേറ്റത്. ഫയർ ഓഫീസറുടെ പിന്നാലെ നായ ഓടിയെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി വർഷങ്ങളോളം പ്രവർത്തിച്ചു വന്നിരുന്ന ഷൊർണൂരിലെ 3 പോസ്റ്റ് ഓഫീസുകൾ പൂട്ടിയതായി CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി. സ്വകാര്യവൽക്കരണത്തിലൂടെ സ്വകാര്യ പാർസൽ സർവീസുകളെയും പണമിടപാട് സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും CITU ആരോപിച്ചു. ഒറ്റപ്പാലം ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഷൊർണൂരിലെ വിവിധ ഓഫീസുകളായ പരുത്തിപ്ര, ബറ്റിൻ നഗർ, KS സമാജം എന്നിങ്ങനെ 3 ബ്രാഞ്ച് ഓഫീസുകളാണ് നിർത്തലാക്കിയത്. മുതിർന്നവരുടെയും കുട്ടികളുടെയും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ അവരുടെ ചുറ്റുവട്ടത്ത് പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസുകളുടെ കഴിയുമായിരുന്നത് ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. സ്വകാര്യവൽക്കരണത്തിലൂടെ സ്വകാര്യ പാർസൽ സർവീസുകളെയും
പണമിടപാട് സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ജനദ്രോഹ നടപടികളാണ് കേന്ദ്ര സർക്കാർ പ്രാവർത്തികമാക്കുന്നതെന്ന് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി ആരോപിച്ചു. പ്രതിഷേധാർഹമായ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇത്തവണയും ആചാരത്തനിമയുടെ വീടുകളിലെത്തി. പാട്ടുകണ്ടത്തിൽ നിന്നും ചോഴികെട്ടിയതിനു ശേഷം കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ചോഴികളിക്ക് ശേഷമാണ് പ്രദേശത്തെ വീടുകളിലേക്ക് ചോഴി സംഘം നീങ്ങിയത്. ചോഴി എന്നാൽ മധ്യ കേരളത്തിലെ നായർ സമുദായക്കാർ ധനുമാസത്തിലെ മകീരം നാളിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രാചീന നാടൻ കലാരൂപമാണ്. ഭൂതഗണങ്ങൾ എന്നർത്ഥം വരുന്ന ചോഴികൾ വാഴയിലയിൽ ഉടുത്ത് മുത്തിയമ്മയും കാലനും ചിത്രഗുപ്തനുമായി വീടുകളിൽ കയറി പാട്ടും നൃത്തവും അവതരിപ്പിക്കുന്നു. ഇത് ചോഴിക്കളി എന്ന വിനോദകലയുടെ ഒരു വകഭേദമാണ്. ഇതിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്നു. വീടുകളിൽ ചോഴികളി കഴിഞ്ഞാൽ രാമായണത്തിലെ ശ്ലോകങ്ങൾ സംഘത്തിലെ ആളുകൾ ചൊല്ലും. അത് കഴിഞ്ഞാൽ കാലൻ കൂവുക പതിവാണ്. പിന്നീട് മുത്തിയമ്മ കളിക്കും. പൈസ തോനെ വന്നാ 1 ലക്ഷം ഇട്ട് വേണം. ഇതെന്താ ഇത് മുറുക്കാൻ വാങ്ങാൻ പോയിക്കോളിട്ടോ. ഇതൊന്നും പോരാ. നല്ലോണം കളി വരട്ടെ, നല്ലോണം കളി വരട്ടെ. നല്ലോണം കളി വരട്ടെ. ബെഡായി മാത്രമേ അറിയോ? 1 ലക്ഷം ഇട്ട് വേണം. 1 പവനെങ്കിലും വേണ്ടേ? അതെ, അതിന്റെ അടുത്ത വർഷം വീണ്ടും കൂടി അത് വിചാരിച്ചിട്ട് കളി കളിക്കട്ടെ. ആ ചെണ്ടക്കാരനെ ഉഷാറാക്കി തുടങ്ങി. ചെണ്ടക്കാരൻ ഉഷാറാക്കി തുടങ്ങി. പുറത്തെ പുറത്തേണ്ട് ചേട്ടന്മാരൊന്നും കാണാനില്ല. വിശ്വസിച്ച് ഏൽപ്പിച്ചോളെ. ചെക്കന്മാര് പാടിയാലേ ഞാൻ പാടുള്ളൂ. അതെ, അത് പറയാത്തോണ്ടാണ് അവരങ്ങോട്ട് പാടത്തെ. അങ്ങനെ ഉഷാറ് വരട്ടെ. പണം, ചെറുപഴം, നാളികേരം, തോർത്ത്, മുണ്ട് എന്നിവ നൽകിയാണ് വീട്ടുകാർ ചോഴിയെ യാത്രയാക്കുക. കാരക്കാട് ദേശച്ചോഴിക്ക് ഉപയോഗിക്കുന്ന കോപ്പ് 100 വർഷത്തോളം പഴക്കമുള്ളതാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ഷൊർണൂർ മേഖലയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ 100 കണക്കിന് ഭക്തർ ദർശനം നടത്തി. തിരുവാതിര ദിനത്തിൽ പുലർച്ചെ മുതൽക്ക് തന്നെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി ഒരുങ്ങിയിരുന്നു. ഷൊർണൂർ ടൗൺ സഭാമഠം ശിവക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. അരുൺ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഷൊർണൂർ ചെറുവാലത്തൂർ ശിവക്ഷേത്രത്തിലും രാവിലെ മുതൽ 100 കണക്കിന് ഭക്തർ ദർശനം നടത്തി. വിശേഷാൽ പൂജകളുണ്ടായിരുന്നു. തിരുവാതിരയുടെ വരവറിയിച്ച് കഴിഞ്ഞ രാത്രികളിൽ ഭവനങ്ങളിൽ ചോഴി സംഘങ്ങളും എത്തിയിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാംസ്കാരിക പ്രൗഢി വിളിച്ചോതി 13ാമത് ദേശീയ കുടുംബശ്രീ സരസ്മേളയ്ക്ക് ചാലിശ്ശേരിയിൽ തുടക്കം. കേരളത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിൽ കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്ത കേരളമെന്ന പ്രഖ്യാപനം സാധ്യമാക്കുന്നതിൽ കുടുംബശ്രീക്ക് മികച്ച പങ്കുവഹിക്കാൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസ്. ഗുരുവായൂർ സീറ്റിനായി ലീഗും കോൺഗ്രസും വടംവലി തുടങ്ങിയതോടെ വടക്കാഞ്ചേരി വിഷയം രൂക്ഷമായി ലീഗിനെ എതിർക്കാൻ കോൺഗ്രസ് നീക്കം. മറ്റത്തൂരിലെ കൂട്ടരാജിയും തൃശൂർ മേയർ തെരഞ്ഞെടുപ്പിലെ കോഴ വിവാദവും ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ മുസ്ലിം ലീഗ്. വടക്കാഞ്ചേരി കോഴ വിവാദം അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. CPM-ന്റെ MP-മാർക്കും MLA-മാർക്കും പങ്കുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും DCC അധ്യക്ഷൻ. CPIM സംസ്ഥാന സെക്രട്ടറി ആദ്യം തന്നെ പ്രതികരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്നും ജോസഫ് ടാജറ്റ്. ഷൊർണൂരിൽ വീണ്ടും തെരുവു നായ്ക്കളുടെ ആക്രമണം. 2 പേർക്ക് കടിയേറ്റു, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണ് ഷൊർണൂരിലെ 3 പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിയതെന്ന് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി. സ്വകാര്യവൽക്കരണത്തിലൂടെ സ്വകാര്യ പാർസൽ സർവീസുകളെയും പണമിടപാട് സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും CITU. ഈ വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.